നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരം നമ്മൾ 180/π വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഡിയനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രി കിട്ടും. എത്ര ഡിഗ്രിയിലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രിയിൽ നിന്ന് തിരിച്ച് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ π/180 നമ്മൾ ചെയ്യുക. അപ്പം അതിൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. 340 ഡിഗ്രി. ഇതിനെ നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 340 ഇൻറ്റു π/180 ചെയ്യണം. അപ്പം which is equal to 17π/9 റേഡിയൻ. ഇതാണ് ഫൈനൽ ആൻസർ വരും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം -37 ഡിഗ്രി 30 മിനിറ്റ്സ്. അപ്പം ഇത് നമുക്ക് മിനിറ്റ്സ് തന്നിരിക്കുന്നതിനെ ആദ്യം ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒരുമിച്ച് വേണം നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് മിനിറ്റ്സിനെ കൺവേർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്ന ഡിഗ്രീസിനെ എല്ലാം നമ്മൾ മിനിറ്റ്സിലോട്ട് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോൾ അതിന് റിവേഴ്സ് പ്രോസസ്സാണ്. അതായത് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഡിഗ്രിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ /60 ആണ്. അതിനുവേണ്ടി നമ്മൾ 30/60 which is equal to 1/2 ഡിഗ്രി. ഇനി ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. 37 1/2 ഡിഗ്രി which is equal to -37 1/2 ഡിഗ്രി. ഇതിനെ നമ്മൾ ഇതിപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ടോ അല്ലെ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ടോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 37 എഴുതുമ്പോൾ 75/2 ഡിഗ്രീസ് വരും. ഇതിപ്പോൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാര്യം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാളും വലുതാണ്. ഇത് നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 37 × 2 74 + 1. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ -75/2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. which is equal to 75/2 × π/180. ഇതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. ഇതിനെ നമ്മൾ 36. ഇതിനെ നമ്മൾ 3 കൊണ്ട് ഒന്നുകൂടെ കട്ട് ചെയ്യുമ്പോൾ 5 12 which is equal to -5π/24 റേഡിയൻ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം 5 ഡിഗ്രി 37 മിനിറ്റ് 30 സെക്കൻഡ്സ്. ഇതിനെ നമുക്ക് ആദ്യം മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അതിനെ ഡിഗ്രിയിലോട്ട് മാറ്റണം. അപ്പോൾ അതിലാദ്യം നമുക്ക് മിനിറ്റ്സ് എടുത്ത് നോക്കാം, സെക്കൻഡ്സ് എടുത്ത് നോക്കാം.
സെക്കൻഡ്സ് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ 30 divided by 60 മിനിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 മിനിറ്റ് എന്നായി. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 5 ഡിഗ്രി 37 1/2 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 37 1/2 മിനിറ്റിനെ നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 5 ഡിഗ്രി 75/2 മിനിറ്റ് എന്ന് കിട്ടും. ഈ 75/2 നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 75/2 whole divided by 60 which is equal to 75/2 into 60. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/b whole divided by c എന്ന് പറയുവാണെങ്കിൽ a/b into c, അതായത് b ഇങ്ങ് താഴോട്ട് ഇറങ്ങും. രണ്ടും ഡിനോമിനേറ്റർ ആയതുകൊണ്ട് താഴേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ ഈ 75-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഇത് 12, 3 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 4, അപ്പോൾ 5/8 ഡിഗ്രി കിട്ടി. അപ്പം ഇനി നമ്മൾ 5/8 ഡിഗ്രീസിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ മിക്സഡിനെ നമ്മൾ വീണ്ടും ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം 8 into 40 45 പ്ലസ് 45 ഡിവൈഡ് ബൈ 8 ഡിഗ്രി എന്നായി. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മളിനി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 45 ഡിവൈഡ് ബൈ 8 into 5/180 റേഡിയൻ which is equal to, ഇതിനെ നമ്മൾ 45 വരുമ്പോൾ 9 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ 45 1 180 4, അപ്പം 5/32 റേഡിയൻ. ഇതാണ് ഫൈനൽ ആൻസർ വരിക. അതായത് 45-നെ 4 തവണ മൾട്ടിപ്ലൈ 45 into 4 ആണ് 180 വരിക. അപ്പോൾ 180 നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. താങ്ക് യു.